മഴവിൽ മനോരമ അവതരിപ്പിക്കുന്നു മഴവിൽ അർമാദം. ഫെബ്രുവരി 8 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ. അത്ര കിടില അത്ര സ്പ്രേ ഉണ്ട്, അത്ര ഉണ്ട്, സൂപ്പർ സാധനം. താത്ത ഇത് കണ്ട കിടില അത്രാണ്, സൂപ്പർ സാധനങ്ങളാണ്. താത്തയുടെ മുഖം കണ്ട അറിയാം ഭർത്താവ് അത്തറിലാണ് കുളിക്കുന്നത്. കിടില സാധനമാണ്. വാങ്ങിക്കാത്ത വാങ്ങിക്ക്, എടുത്ത് വാങ്ങിക്ക്. താത്തയുടെ ഭർത്താവിന്റെ പേരെന്തുവാ? എങ്ങനെ? നസീറ, കോട്ടയം നസീർ. വാങ്ങിയതാ. ഞാൻ അത്തറും ഒന്നും തരത്തില്ല. ആ കള്ളൻ എനിക്ക് എത്ര പൈസ തരാനുണ്ടെന്ന് അറിയാവോ? ഓരോ അത്തറും വാങ്ങിച്ച് എന്തൊരു പുള്ളിയുടെ അടുത്ത് പറഞ്ഞേക്ക്, അത്തറ് തേക്കുന്ന പോലെ എന്നെയും തേച്ചേക്കല്ലെന്ന്. ഇത് കുറെ നാളായി ഇത്. പുള്ളി എന്താ അത്തറെടുത്ത് വിഴുങ്ങുവാണ് ഓരോ പെട്ടിയും പെട്ടെന്നാണല്ലോ. ഇതുപോലെ ഒരു അത്തറ് ഭ്രാന്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതെ വാപ്പയോട് പറഞ്ഞേക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണം വാപ്പ. ഈ ഇടയ്ക്കായിട്ട് ചെറിയ പഞ്ചാരയടി കൂടുന്നുണ്ട് കേട്ടാ. ആ അത്തറ് കിടില അത്തറുണ്ട്, സ്പ്രേ ഉണ്ട്, എല്ലാം ഉണ്ട്, സൂപ്പർ സാധനങ്ങളാണല്ലോ. വയോ വിളിച്ചതാണോ? അല്ല അടിച്ചതാ. അടിച്ചതാണോ? അല്ല വിളിച്ചതാ. സാറേ നിങ്ങൾ എന്തിനാ എന്റെ കടയുടെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കരയുന്നത്? താനല്ലേടോ മരിച്ചു പോയവരുടെ മണം സ്പ്രേ ആക്കി കൊണ്ടുവരാൻ കഴിവുള്ള മനുഷ്യൻ? അതെ, അത് ഞാൻ തന്നെയാ. പപ്പാ, മൈ പപ്പാ. ജാനകി, നീ ഒടുവിൽ ആ സത്യം പറഞ്ഞില്ലേ? ഉണ്ണിക്കുട്ടാ തന്നെയല്ല എന്നെയല്ലേ എല്ലാന്റെ പറയുന്നത് കുഴച്ചു വരുന്ന വാഴക്കൊല സ്വന്തമാക്കാൻ നോക്കല്ലേ. ഞാൻ എന്റെ പപ്പയുടെ കാര്യാ പറഞ്ഞേ. അയ്യോ, പപ്പയ്ക്ക് എന്തോ പറ്റി? മൈ പപ്പ ഹീസ് നോ മോർ. ചേടാ, ഇച്ചിരി മോര് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ കരയണോ? അതല്ല, എന്റെ പപ്പ എന്നെ വിട്ടുപോയെന്ന്. സോറി എന്റെ പപ്പ വിട്ടുപോയടോ. പോട്ടെ ഞങ്ങള് വിട്ടുപോയടോ. പോട്ടെ, സാരമില്ല. താനായിരുന്നെങ്കിൽ വിട്ടുപോയാൽ എന്ത് ചെയ്തേനെ? ഞാൻ വിട്ടുപോയ ഭാവം പൂരിപ്പിക്കാം. എന്തോടോ പറയുന്നത്? എന്റെ പപ്പ മരിച്ചു പോയതാണോ ഞാൻ പറഞ്ഞേ? പപ്പ എങ്ങനെയാ മരിച്ചേ? അങ്ങ് ഫ്രണ്ടല്ലായിരുന്നു എന്റെ പപ്പ ലണ്ടാണസ്. അങ്ങ് ലണ്ടനിലായിരുന്നു എന്റെ പപ്പ ഫെർണാണ്ടസ്. അവിടെ എന്റെ മമ്മയും പപ്പയും ഡെയിലി അടികൂടുമായിരുന്നു. പപ്പയ്ക്ക് ഒരു സ്വസ്ഥതയില്ല, ഭയങ്കര കഷ്ടപ്പാട്, ഒരു സാഡ് ജീവിതം. അപ്പൊ സാഡ് ജീവിതം അല്ല, ആട് ജീവിതം. മമ്മയാണെങ്കിൽ വലിയൊരു കമ്പനിയുടെ അംബാസിഡർ ആയിരുന്നു. അനുദോടെ നോക്കുന്നത്? അല്ല, വണ്ടിയുടെ മോനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അല്ല സാറിനപ്പൊ സാറിന്റെ അച്ഛന്റെ മുഖച്ചായ ആയിരിക്കും അല്ലേ? അതെ, എനിക്ക് എന്റെ അച്ഛന്റെ മുഖച്ചായ. തനിക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് പിടികിട്ടി? അല്ല, സാറിന് ഡിക്കിയും പോണറ്റും ഇല്ല, അതുകൊണ്ട്. താൻ എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ച എന്റെ മമ്മ വലിയൊരു കമ്പനിയുടെ ഹെഡായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് ജോലിയുമില്ല, കൂലിയുമില്ല. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ എന്റെ പപ്പ നാട് വിട്ടടോ. ഒരു മാസം കഴിഞ്ഞ് അലങ്ങി തിരിഞ്ഞ് കുളിക്കാതെ നനയ്ക്കാതെ എന്റെ പപ്പ തിരിച്ച് വീട്ടിൽ വന്നു. ആ മണം വേണം തനിക്ക് സ്പ്രേ ആയിട്ട് ഉണ്ടാക്കി തരാൻ. ആ വാട്ടമണമാണോ ഞാൻ സ്പ്രേ ആക്കുന്നത്? സാറേ, പക്ഷെ ആ മണം ഉണ്ടാക്കാൻ എളുപ്പമാണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരും. സിമ്പിൾ ആണോ? അതെങ്ങനെ? ഓടവെള്ളം കലക്കി തന്നാ പോരെ? താൻ എന്തോ വർത്താനോടോ പറയുന്നത്? കുളിക്കാത്ത മണം അല്ല എനിക്ക് വേണ്ട. പിന്നെ പപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ആ സുഗന്ധം, ആ മണമാണ് എനിക്ക് താൻ സ്പ്രേ ആക്കി ഉണ്ടാക്കി തരേണ്ടത്. അതിന് ഞാൻ തനിക്ക് എന്ത് തരണം? തനിക്ക് എന്ത് തരണം പറയണോ? തനിക്ക് എന്ത് തരണം പറയണോ? ഇനി മനസ്സമാധാനം തരും. എന്തുവാ ഇത്? കുറെ നേരമായല്ലോ കണക്കണാന്നങ്ങ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, പപ്പയുടെ പഴയ ഷർട്ടും പാന്റും വല്ലതും ഉണ്ടോ? അതുണ്ടായാലും എനിക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടല്ലേ? താനിത് പറയുന്നത് എനിക്ക് നേരത്തെ അറിയരുത്. ഞാൻ അതുകൊണ്ട് ഈ ബ്രീഫ് കേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പപ്പയുടെ ഷർട്ടും പാന്റും കൊണ്ടുപോയി സ്പ്രേ ഉണ്ടാക്കി താ പ്ലീസ്. ഞാനേ ഇതെല്ലാം എന്റെ അസിസ്റ്റന്റിലാണ് കൊടുക്കുന്നത്. ഞാൻ കൊടുത്തു. രഘു, താളബോധമുള്ള പയ്യനാ. ഇത് പിടിക്കൂ, ഇങ്ങെടുക്കൂ. ഇതാ രഘു, നല്ല പയ്യനാവൻ. രഘു, പിന്നെ ആ ഷർട്ടും പാന്റും ആ സ്പ്രേ ഉണ്ടാക്കുന്ന മെഷീൻ ഞാൻ ഇട്ട് ഒരു കിഡിലെ സ്പ്രേ ഉണ്ടാക്കി തരണം. അയ്യോ, അതിനകത്ത് ഓൾറെഡി ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഏത് ഷർട്ട്? ആരുടെയാ? എന്റെ. നിന്നോട് ഞാൻ എപ്പോഴും പറയത്തില്ല നിന്റെ ഷർട്ടും പാന്റും അതിനകത്തൊന്നും എടുത്തിടല്. അവിച്ച് വെക്കാനാണോ നീ അതിനകത്ത് വെച്ചേക്കുന്നത്? കുറെ നാളായി. പോട്ടെ പാവം പയ്യന്. എനിക്കെന്തായാലും സ്പ്രേ കിട്ടുമല്ലോ, എനിക്കത് മതി. അല്ല സാറേ, സാറിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന് സാർ ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിതുക്കിയാകുന്ന പിന്നെ എന്റെ അച്ഛൻ അതിന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലടോ.
അതെന്താ സാറേ? ഒരു ബസറിനുള്ള കോമഡി ഇല്ല അതില്. എങ്കിൽ പറയണ്ട, ഇച്ചിരി ലാഗ് ആവും അത്. താൻ എന്തായാലും എനിക്ക് പെർഫ്യൂം ഒക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. രഘു ഇത്തിരി മാറിയുന്നോ കേട്ടോ. എന്റെ മമ്മ 3 എന്റെ പപ്പ 4 കെട്ടിയതാ. സാർ ഇവിടുന്ന് മൊത്തം സ്പ്രേ കൊണ്ടുപോയാലും സാറിന്റെ കുടുംബത്തിന് അത് തികയില്ലല്ലോ. അതെന്ത്? അത്രയ്ക്ക് നാറിയ കുടുംബമാണല്ലോ പറയാമോ സാറേ? ഞാൻ ഇങ്ങനെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുന്നുള്ള കാര്യം സാറിന് എങ്ങനെ മനസ്സിലായി? എങ്ങനെ കണ്ടുപിടിച്ചു? താൻ ഇങ്ങനെ സ്പ്രേ ഉണ്ടാക്കുന്നത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്നോ? ലോകത്തിലുള്ള ഏത് സുഗന്ധവും സ്പ്രേ ആക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് ഞാൻ ഫ്യൂകളിലൂടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. സാറ് ലണ്ടനിലെ സ്കൂളിൽ ബാക്ക് ബെഞ്ചിലായിരുന്നല്ലേ? അത് എങ്ങനെ മനസ്സിലായി? ആ ഫ്യൂകളിൽ ഞാൻ പിടിച്ചു. ഏതായാലും ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആമേ കറക്റ്റ്. ഇല്ല, ആമേ കറക്കൂല, പശുവിനെ ഞാൻ കറക്കത്തുള്ളൂ. താനും ഇവിടുത്തെ സ്കൂളിൽ ബാക്ക് ബെഞ്ച് ആയിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? ആ കറക്കുന്നതിൽ ഞാനും കയറി പിടിച്ചു. അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ മണംകുമാരൻ സാറ് പറയുന്ന ഏത് മണവും കൃത്യമായിട്ട് സ്പ്രേ ഉണ്ടാക്കി തരും. അച്ഛന്റെ മണം ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരും. താങ്ക് യു മാൻ വെരി മച്ച്. അയ്യോ എന്റെ അമ്മോ, മിസ്റ്റർ മണഗുണാഞ്ചൻ. മണകുമാരൻ എന്തോ തേങ്ങെങ്കിലും ആയിക്കോട്ടെ, ഇരിക്കുന്ന സാമാനം ഏതേലും ഒരിടത്ത് തന്റെ കഷത്തടിക്കണം കേട്ടോ. എന്താ സാർ കാര്യം? ആമസോൺ വനം പോലെ ഇരുന്ന എന്റെ മൂക്കിനകം രോമം എല്ലാം കൂടെ കരിഞ്ഞ് സഹാറ മരുഭൂമി പോലെ. ഓ സാറേ സാറേ, എന്തുവാണോ ഇത്? സാർ അതെല്ലാം വിട്. ഓക്കെ, ഏതാണേലും ആ സ്പ്രേ എടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. സാർ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്പ്രേകളൊക്കെ ഒന്ന് നോക്ക്. വെറൈറ്റി ആയിട്ടുള്ള സ്പ്രേ ഏതൊക്കെയുണ്ട് കാണിക്കൂ. സാറേ ഇത് കണ്ടോ, ഇതാണ് ജലദോഷം സ്പ്രേ. വെറൈറ്റി ആണ് ഇത്. വെറും 10,000 രൂപ വില മാത്രമേ ഉള്ളൂ ഇതിന്. 10,000 രൂപയുള്ളൂ? അത്രേ ഉള്ളൂ. എങ്കിൽ ഞാനത് ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഓക്കെ, ഗൂഗിൾ പേ ചെയ്യാവേ. പപ്പ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടേ. 10,000-ന് എത്ര പൂജ്യമുണ്ട്? 4 പൂജ്യം. 4 പൂജ്യം. 1 2 3 4 ദാ അയച്ചിരിക്കുന്നു. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്. അതെന്തോടോ പിഷാരടി പറഞ്ഞ? സാധാരണ മമ്മൂക്കയല്ലേ അതൊക്കെ പറയുന്നത്? മമ്മൂക്കയുള്ള എല്ലായിടത്തും പിഷാരടി ഉണ്ടല്ലോ. മമ്മൂക്ക് ചെറിയ എന്തോ തിരക്കുണ്ട്, അതാ പിഷാരടി എന്ന് പറഞ്ഞത്. കാര്യമാക്കണ്ടേ, ഇങ്ങനെ കണക്കണാന്നൊന്ന് പറഞ്ഞോണ്ടിരിക്കും. വേറെ സ്പ്രേ ഏതുണ്ട്? വേറെ ഇത് കണ്ടോ? അത് തന്നെയാണോ നേരത്തെ എടുത്തത്? സോറി, ഇത് കണ്ടോ? ഇത് സാധാ ഒരു സ്പ്രേയാ. ഇതിന് വെറും 20,000 രൂപ വിലയുള്ളൂ. എന്തുവാണോ സാധാ ഒരു സ്പ്രേക്ക് 20,000 രൂപയോ? അതൊക്കെ ആരെങ്കിലും വാങ്ങിക്കോളൂ. സാധാ സ്പ്രേക്ക് 20,000 രൂപ എന്നൊക്കെ പറയാം. സാർ ഒന്ന് വിചാരിച്ചാൽ സാറിനെ കൊണ്ട് വാങ്ങിക്കാം. എന്താ എന്നെ കൊണ്ട് വാങ്ങിക്കാന്ന് ഇത്ര ഉറപ്പ്? 10,000 രൂപ കൊടുത്താൽ പച്ചവെള്ളം വാങ്ങിക്കാമെങ്കിൽ 20,000 രൂപ കൊടുത്ത് സാധാ സ്പ്രേ വാങ്ങിക്കാം. എന്താണ് ഈ പറയുന്നത്? സാറേ സൂപ്പർ സ്പ്രേ, മണം കിട്ടുന്ന സ്പ്രേ അത്. വേറെ വെറൈറ്റി വേറെ ഫിഷിന്റെ സ്പ്രേ. പിഷാരടി അല്ല പിന്നെ ഫിഷ് മറ്റേ ചിരി മുഖമൊക്കെ ചുളുങ്ങി മഞ്ജുപ്പിള്ള. എന്ത് പറ? എടോ വെള്ളത്തിൽ ഇങ്ങനെ പോകൂലേ? മീൻ ഉമ്മുമ്മിയുടെ സ്പ്രേ ഉണ്ടോ? പറയണ്ടേ, ചുമ്മാ ഒരുമാതിരി ഫിഷ് എന്ന് പറഞ്ഞ് നാക്കെല്ലാം കൂടെ പോയി. സോറി, ഒരു മിനിറ്റ്, ഞാൻ ഉണ്ടോന്നും ചോദിച്ചു. ഓക്കെ. ഹലോ സുധേ, നീ മീൻ കഴുകാടുത്ത വെള്ളം കളഞ്ഞാ? ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 10 മണിക്ക് ചന്തയിൽ പോയിട്ട് 1 കിലോ ചാള വാങ്ങിച്ചിട്ട് വാ. ശരിയാ, ഒരു മിനിറ്റ്. ഉണ്ടോ സ്പ്രേ ഉണ്ടോ? സാറേ നാളെ രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ കിടിലൻ ചാള സ്പ്രേ കിട്ടും. കിട്ടും. എനിക്കത് മതി. ഇതുപോലെ മാറാൻ ആഗ്രഹിക്കുന്ന ഒരാള്. എനിക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ടോ? ഞാൻ ഈ ഇവിടുന്ന് സ്പ്രേ അടിച്ചാ എനിക്ക് അവിടെ വരെ മണം കിട്ടണം. അതിനെന്തോ ചെയ്യും? സാർ ഇവിടുന്ന് സ്പ്രേ അടിച്ചിട്ട് അവിടെ പോയി നിൽക്കും, സൂപ്പർ മണം. ഞാൻ ഉദ്ദേശിച്ച എന്റെ കയ്യിലുള്ള സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കൂടുതലും മണം കുറവാണ്. ഗ്യാസ് കുറച്ചടിച്ച സ്പ്രേ തന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഇത് കണ്ടാ, ഈ സ്പ്രേ കണ്ടാ? ഇത് ഗ്യാസ് കുറച്ചടിച്ച സ്പ്രേയാ സാറേ ഇത്. അതിലെന്തോ ഇത്ര ഉറപ്പ് ഗ്യാസ് കുറച്ചടിച്ചതാണ്? ഞാൻ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചിട്ടായിരുന്നു ഇത് അടിച്ചത്. എല്ലാ ഗ്യാസും പുറത്തു വിട്ടുണ്ട്. എന്തോ ഓർത്താണോ പറയുന്നത്? സാറ് നടങ്ങ് സാറേ, സൂപ്പർ സ്പ്രേ ഒക്കെ അല്ലേ ഇത്? ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ള സ്പ്രേ ഏതാ സാറേ? ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മണമുള്ള സ്പ്രേ ആണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത്. ആണോ? അത് വിജയിക്കാനുള്ള അതിന്റെ രഹസ്യം? വരുന്ന ഒരു നാർക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ശരിക്കുള്ള മണം അറിയത്തില്ലല്ലോ, അതാ അതിന്റെ ഏറ്റവും വലിയ വിജയം. ഓഹോ, കാർത്തിക് സൂര്യയുടെ മണമുണ്ടോ? മണമുണ്ട്, പക്ഷെ വലിയ ഗുണമില്ല. ഇങ്ങനെയൊക്കെ പറയാവോ? പുള്ളിയുടെ കല്യാണം വരുമല്ലേ, തനിക്കൊരു ചെറിയ സ്പ്രേ പുള്ളിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൂടെ? ഞാൻ ഒരു സമ്മാനമൊക്കെ പുള്ളിക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഒരുക്കി വെച്ച് സ്പ്രേ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എവിടെ സ്പ്രേ? സ്പ്രേ അല്ല അത്, പക്ഷെ ഇത് സ്പ്രേ അല്ലേ? സ്പ്രേ അല്ല, പിന്നെ കക്കൂസ് വരുന്ന ലോഷൻ. ഇതാണ് പുള്ളിക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ എന്തിനാ കൊടുക്കുന്നത്? മണ്ടനാന്നേ പറ്റിക്കാൻ. ട്രെയിൻ കഴിയാനാണ് സാറേ. 5 ലക്ഷം രൂപയല്ലേ സാറിന്റെ കയ്യിലുള്ള പൈസ റെഡിയാക്കി വെച്ചോ. സ്പ്രേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പയ്യനാ വിളിച്ചേക്കുന്നത്. താങ്ക് യു വെരി മച്ച്. രഘു, എന്താ വിളിച്ചേ? രഘു താളബോധമുള്ള പയ്യനാന്ന്. മുതലാളി പൊളിഞ്ഞു.
പൊളിക്കും നമ്മള്, കിടിലായിട്ട് പൊളിക്കും. അതല്ല, നമ്മളെ സ്പ്രേ മെഷീൻ പൊളിഞ്ഞു. അതെങ്ങനെ? 2 വയറുകൾ തമ്മിൽ കത്തി പിടിച്ചു, ആ ഷർട്ടും കത്തി മുതലാളി. ഷർട്ട് പോയല്ലേ? താൻ എന്റെ ഷർട്ട് കത്തിച്ചല്ലേ? തന്നെ ഇന്ന് ഞാൻ എന്റെ അച്ഛന്റെ ആകപ്പാടുള്ള ഒരു ഉടുപ്പായിരുന്നു, താൻ തൊലച്ചില്ലേ? യു ചീറ്റ്. എന്തോടെ കാണിക്കുന്നത്? തന്നെ ഇന്ന് ഞാൻ കൊല്ലും. രഘു നിർത്തണ, ചാവൻ കിടക്കുള്ളതാണ് അവന്റെ ഒരു താളബോധം. എന്റെ മണമുള്ള ഒരു സ്പ്രേയും കൂടെ നീ അങ്ങ് ഉണ്ടാക്കിക്കോ. എന്ത് മുതലാളി? കാര്യം ഇനി ഈ ലോകത്തിൽ എന്റെ മണം മാത്രമേ കാണത്തുള്ളൂ. ആഹാ.